നമസ്കാരം. ഭീകര സംഘടനയായ ഹമാസിനെ ഇന്ത്യയും അന്താരാഷ്ട്ര ഭീകര സംഘടനയായി അംഗീകരിക്കണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ രംഗത്തെത്തിയതായി റിപ്പോർട്ട്. ചില ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈയിടെ പാക് അധിനിവേശ കാശ്മീരിൽ നടന്ന ഒരു ചടങ്ങിൽ ഹമാസിൻ്റെ പല നേതാക്കളും പങ്കെടുത്തിരുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഐക്യരാഷ്ട്രസഭ തന്നെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ തന്നെ പ്രതിനിധികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇവരെല്ലാവരും ഒരുമിച്ച് വേദി പങ്കിട്ടതായിട്ടാണ് പിന്നീട് വാർത്തകൾ പുറത്തു വന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഇസ്രായേൽ അടിയന്തരമായി ഇന്ത്യയോട് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നേരത്തെ 2021 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിനെ ഇന്ത്യ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചിരുന്നു. തീവ്രവാദത്തിനെതിരെ ഇസ്രായേൽ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യ എക്കാലത്തും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. ഇന്ത്യയും ഈ സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ഇസ്രായേൽ ദീർഘകാലമായി ഇന്ത്യയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. മുംബൈ തീവ്രവാദി ആക്രമണ കേസിൻ്റെ ആസൂത്രകരായ ലഷ്കർ ഇ തൊയ്ബയെ 2023 തന്നെ ഇസ്രായേൽ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ പറഞ്ഞത് ഹമാസിൻ്റെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെയായിരിക്കും ഇന്ത്യ പിന്തുടരുക എന്നുള്ളതായിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിലും പലരും ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് UAPAയുടെ കീഴിൽ വരുന്ന ഒന്നാണെന്നും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനൊപ്പം തന്നെ ഫലസ്തീൻ ജനതയ്ക്കും എക്കാലത്തും പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഫലസ്തീന് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നൽകുന്നതിനെ എക്കാലത്തും അംഗീകരിച്ചിരുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു ഇന്ത്യ. യാസർ അരാഫത്ത് ജീവിച്ചിരുന്ന സമയത്ത് ഇന്ത്യയുമായി ഏറ്റവും മികച്ച ബന്ധമാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനെല്ലാം തന്നെ ഇന്ത്യ അന്ന് വൻതോതിലുള്ള സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇന്ത്യ ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അക്കാലത്ത് അല്പം വഷളായിരുന്നു എങ്കിലും പിൽക്കാലത്ത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി മാറുകയും ചെയ്തു. മോദി അന്ന് ഇസ്രായേലിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളിൽ ഇപ്പോൾ പരസ്പര സഹകരണം വളരെ ശക്തമായ തോതിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ശത്രുക്കളെ നേരിടുന്ന കാര്യത്തിൽ ഇസ്രായേലും വളരെയേറെ സഹായ സഹകരണങ്ങൾ എല്ലാ കാലത്തും ഇപ്പോൾ നൽകി വരിക കൂടിയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റവും നല്ല ബന്ധം തന്നെയാണ് തുടരുന്നത്. നമ്മൾ പ്രതിരോധ പങ്കാളികളായില്ല എങ്കിൽ പോലും എല്ലാ കാര്യത്തിലും ഇന്ത്യക്ക് സഹായമായി തുണയായി ഇസ്രായേൽ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രായേൽ വീണ്ടും ഇക്കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതിനെ തീർത്തും അവഗണിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇന്ത്യ എല്ലാ കാലത്തും ഫലസ്തീൻ ജനതയ്ക്കൊപ്പമായിരുന്നു, എന്നാൽ ഹമാസിനൊപ്പമല്ല എന്ന നിലപാട് നേരത്തെയും നമ്മുടെ ഭരണാധികാരികൾ വ്യക്തമാക്കിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് വലിയ താമസിയാതെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. ഹമാസിനെയും ഹിസ്ബുള്ളയും പോലെയുള്ള തീവ്രവാദ സംഘടനകളെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ തന്നെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യയിലേക്കും ഇവർക്ക് നിരോധനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. ഹമാസ് ഹിസ്ബുള്ളയും ഒക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് അവരുടെ വലിയൊരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ. എല്ലാ രാജ്യങ്ങളെയും ഇവർക്ക് മേൽ ഇത്തരത്തിലുള്ള ഉപരോധം ഏർപ്പെടുത്തി അതല്ലെങ്കിൽ വിലക്ക് ഏർപ്പെടുത്തി ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ദീർഘകാലം ഇത്തരത്തിൽ ശക്തമായ തോതിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല.